നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനമായ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിപരസ്യമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ മുന്നിൽ പോയി ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്താണ് PM-ശ്രീ? RSSന്റെ അജണ്ട വിദ്യാഭ്യാസ രംഗം കാൽവൽക്കരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് PM-ശ്രീ നടപ്പിലാക്കുന്നത്. 1500 കോടിയോളം വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്രം അനുവദിക്കേണ്ട ഫണ്ട് അനുവദിക്കാതെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒടുവിൽ പിണറായി മുട്ടുമടക്കേണ്ട ഗതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ നെഞ്ചു വരിച്ച് പ്രതിഷേധിക്കാൻ പോലും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടിയുമായി പാർട്ടി മുന്നോട്ട് പോയ സാഹചര്യം നമുക്കറിയാം. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പായാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ പാർട്ടിയുടെ മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ നേതൃത്വത്തെയും നാട്ടുകാരെയും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഷംസീർ ചോമ്പാലെ ആദരവ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷംസീർ ചോമ്പാലെ ആദരവ് ക്ഷണിച്ചു. ബഹുമാനം നിറഞ്ഞ പാർട്ടിയുടെ മണ്ഡലം നേതാക്കളെ, കർമ്മധീരരായ പ്രവർത്തകരെ, ഈ വടകരയിൽ തെളിച്ചുകൂടിയ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഈ പ്രതിഷേധം എന്തിനാണെന്നുള്ളത് ഒരു മുദ്രാവാക്യത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ കൃത്യമായി ഇവിടെ ഒരു ടാബ്ലോയിലൂടെ നിങ്ങൾ വരച്ചു കാണിച്ചു. നരേന്ദ്രമോദിയുടെ ചുവലിൽ കൈയിട്ടുകൊണ്ട് ചങ്ങാതിയായിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന പിണറായി വിജയനെയായിരുന്നു ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. എന്തിനാണ് ഇത്തരം ഒരു പരിപാടി അവതരിപ്പിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ന് കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അവരുടെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു എന്നതിന് കൃത്യമായി ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? PM-ശ്രീ എന്ന് പറയുന്ന ഫണ്ട് കേന്ദ്രം ഓരോ സംസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഡെവലപ്മെന്റ് വേണ്ട അനുവദിക്കുന്ന PM-ശ്രീ ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി ഒപ്പുവെച്ചിരിക്കുന്നു ഈ പിണറായി സർക്കാർ. എന്താണ് PM-ശ്രീ പദ്ധതിയുടെ പ്രശ്നം എന്നുള്ളതല്ലേ? സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിന് എല്ലാവിധത്തിലുള്ള പുരോഗതിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ്. പക്ഷേ 2021 ഇത് പാസ്സായിട്ട് കഴിഞ്ഞ 3-4 വർഷമായി ഈ PM-ശ്രീ പദ്ധതിയെ ഇങ്ങ് കേരളത്തിലേക്ക് അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഈ PM-ശ്രീ പദ്ധതിയുമായി അനുബന്ധമായി കിടക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, ആ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ വാരികകളും പത്രങ്ങളും ഒക്കെ വെണ്ടക്കാക്ഷരത്തിൽ നിരത്തിയിരിക്കുന്നത് കേരളത്തിന് യോജിക്കാത്ത ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞതായിരുന്നു ഈ LDF, CPM അടക്കമുള്ള ആളുകൾ. പക്ഷേ ഇന്ന് അത് ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരള ജനത വളരെയധികം ചർച്ച ചെയ്യാനുള്ള കാരണം. ഇത് കേരള ജനതയോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനയാണ്. നാഴികക്ക് 40 വട്ടം ഫാഷിസ്റ്റ് വിരോധം വലിയ വായിൽ വിളിച്ചോടുന്ന ഇടതുപക്ഷത്തിൽ നിന്ന് ഇത്തരം ജനവഞ്ചന തുടർന്നപ്പോ ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് സാമാന്യമായി പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം അത്രയും ഇവിടെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ, വിദ്യാഭ്യാസ മേഖലയെ തീർച്ചും കാവി പിടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇവർ ഇതിലൂടെ ശ്രദ്ധിച്ചു കൊടുക്കുന്നത്. എന്താണ് PM-ശ്രീ പദ്ധതി? ഈ പദ്ധതിയിലൂടെ ഓരോ ബ്ലോക്കിലും ഈ 2 സ്കൂളുകൾക്ക് അതിന്റെ ഭൗതിക സാഹചര്യം ഒരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കും. ആ ഫണ്ട് വഴി അതിന്റെ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോ അതിലൊരു നിബന്ധനയുണ്ട്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കണം. എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പോരായ്മ? കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പോരായ്മ ഇതുമായി ബന്ധപ്പെട്ട് 2021 ഇത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വളരെ കൃത്യമായി CPM തന്നെ ഇവിടെ ജനങ്ങളോട് പറഞ്ഞ 2-3 വിഷയങ്ങളിൽ ഒന്നാമത്തത് ഇത് കമ്മ്യൂണലായി വേർതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം. അത് നമുക്കറിയാം. ഈ ഗുജറാത്ത് കലാപം നടക്കുമ്പോ ആ കലാപത്തിന് മുമ്പ് തന്നെ ഗുജറാത്തിൽ ഒരു പാഠപദ്ധതി നടപ്പിലാക്കിയിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളെ അടക്കം, കോളേജ് വിദ്യാർത്ഥികളെ അടക്കം
BJP-യുടെ സർക്കാർ ഗുജറാത്തിൽ അച്ചടിച്ചു വെച്ച ഈ പരീക്ഷാ ചോദ്യപേപ്പർ ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ വളരെ കൃത്യമായി നമുക്കറിയാം, ഈ പിഞ്ചു വിദ്യാർത്ഥികൾ പോലും ഇത്തരം വർഗീയത കുത്തിവെക്കുന്ന തരത്തിലേക്ക് ഇവർ മുമ്പോട്ട് പോകുന്ന ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്കറിയാം, ഗുജറാത്തിന്റെ തെരുവീതികളില് ഒരുപാട് മുസ്ലിം ചെഞ്ചേറുകൾ ഒഴുക്കിക്കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിന്റെ ചരിത്രം ഗുജറാത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയുണ്ടായി? ഇത്തരം വിദ്യാഭ്യാസപ്പെട്ട് ബാധ്യപ്പെട്ടതിലൂടെ ജനങ്ങളുടെ മസ്തിഷ്കത്തിൽ ഇവർ വർഗീയത കുത്തിവെച്ച് ഒരു ജനതക്കെതിരെ കൃത്യമായി തിരിച്ചുവിട്ട് അവിടെ മേൽക്കോയ്മ നേടുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അത് മാത്രമല്ല, എന്തൊക്കെ പുസ്തകമാണ് ഈ പാഠ്യപദ്ധതി ഒരുപാട് നമുക്കറിയാം. മഹാത്മാഗാന്ധിയെ കൊന്നതിന്റെ ചരിത്രമേ പാഠ്യപദ്ധതിയില്ല. ആര് കൊന്നു? എന്ത് കൊന്നു? നമ്മൾ അറിയണ്ടേ? എന്തിനു കൊന്നു? RSSകാരിലെ കൊന്നത്, ഗോഡ്സെയിലെ കൊന്നത്, ഇവിടെ വലിയ ആരാധ്യ പുരുഷനിലെ കൊന്നത്, ഇത് ജനങ്ങൾ അറിയണ്ടേ? അത്തരം സംഗതികളില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, 1000ഓളം വർഷം ഭരിച്ച മുഗളന്മാർ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആ മുഗളന്മാരെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല ഈ ചരിത്രത്തിൽ ഇവരുടെ വിദ്യാഭ്യാസ പദ്ധതിയില്. അത് മാത്രമല്ല, ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണുള്ളത്. ആ സംവിധാനങ്ങളെ മൊത്തം വാടയെറിഞ്ഞുകൊണ്ട് ഒരു ഏകശിലാരൂപത്തിലേക്ക് കേന്ദ്രം ഒരുക്കുന്ന ഒരേ ശിലാരൂപത്തിലേക്ക് ഇവരുടെ വിദ്യാഭ്യാസ പോകുന്നു എന്നുള്ളതാണ് ഈ CPM കണ്ടുപിടിച്ച രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവരുടെ വിദ്യാഭ്യാസ നയത്തിൽ തെറ്റാണ് എന്ന് നിലപാട് പറഞ്ഞ CPM എന്തുകൊണ്ടാണ് ഇപ്പോ തിരുത്തിയിരിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ന്യായമായി സംശയിച്ചിരിക്കുന്നു. ഇടതുമുന്നണിയിൽ ഇപ്പൊ തർക്കമാണ്. CPIയുടെ നേതാക്കളൊക്കെ ഇപ്പോ യോഗത്തിലാണ്, പലരും തർക്കത്തിലാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? CPIയുടെ മന്ത്രിമാർ പറയുന്നത്, CPIയുടെ നേതാക്കന്മാർ പറയുന്നത്, മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ആലോചിക്കാമെന്ന് പറഞ്ഞെടുത്ത് ഒരു അക്ഷരം ഉണ്ടാതെ ഇവിടെ ഇപ്പോ ഒപ്പിട്ടതിന്റെ ഫോട്ടോയും ചരിത്രവുമാണ് ഇപ്പൊ ഇവർ കാണുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായി, ഈ കേരളത്തിന്റെ ഒരു മതേതര പാരമ്പര്യമുണ്ട്. കേരളത്തിന്റെ മണ്ണ് ഒരിക്കലും BJPക്ക് അനുകൂലമായ മണ്ണല്ല, RSSന് അനുകൂലമായ മണ്ണല്ല. ഇവിടെ മുസ്ലിമും ഹൈന്ദവരും ക്രൈസ്തവരും തോളോട് തോൾ ചേർത്തുകൊണ്ട് വളരെ സുന്ദരമായി മതേതര മൂല്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഉള്ളവനില്ലാത്തവനെ സഹായിച്ചു പരസ്പരം അയൽക്കാർ ഹിന്ദുവോ മുസ്ലിമാനോ എന്ന് നോക്കാതെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന അയൽക്കാരെ, സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ, വീട്ടിൽ സാധനമില്ലെങ്കിൽ സ്വന്തം അയൽപക്കത്ത് പോയി അത് ഹൈന്ദവനോ മുസ്ലിമാനോ എന്ന് നോക്കാതെ അവർ പരസ്പരം സഹകരിച്ചു വളർന്ന ഒരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നല്ല പൈതൃകമുള്ള നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തില് ഇവർ മനഃപൂർവ്വം ഈ RSSനെ വളരാനുള്ള മണ്ണ് പാകപ്പെടുത്തി കൊടുക്കുകയാണ് ഈ CPM ഇത്തരം വിദ്യാഭ്യാസ പദ്ധതി ഈ കേരളത്തിൽ കൊണ്ടുവരുന്നതോടെ ചെയ്യുന്നത്. ഇത് മഹാ അപകടമാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ മുമ്പോട്ട് വന്നുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും ഫാസിസ്റ്റുകൾക്ക് ഉണ്ടെന്നില്ല. നമുക്കറിയാം, വോട്ട് ചോരി വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ പോലും തകർത്ത് അവരെ അധികാരത്തിലേറിയപ്പോ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഈ വോട്ട് കൊള്ള നടത്തിയിട്ടാണ് അധികാരത്തിലേറിയെന്ന് പറഞ്ഞപ്പോ CPI അടക്കം ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, CPM നാഴികക്ക് 40 വട്ടം വർഗീയതക്കെതിരെ എന്ന് പറയുന്ന CPM BJP നേതാക്കളെ മുഴുവൻ ജയിലറക്കുള്ളിൽ തളച്ചിടാൻ ഒരു വകുപ്പുണ്ടായിട്ട്, ഒരു കാര്യമുണ്ടായിട്ട് അതിനെതിരെ ഒരു അക്ഷരം പിണറായി വിജയൻ മുണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കേസും എടുത്തിട്ടില്ല. ഇങ്ങനെ പല നിലയിലും RSSുമായി അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ ഈ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ലണ്ടൻ കോളേജില് RSSന്റെ വാൾ ഉള്ളിലൂടെ നടന്നുപോയി എന്ന് പറയുന്ന ഇരട്ടച്ചങ്കന്റെ വാദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ പോയി? ഒരു 1500 കോടി കേരളത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ വലിയ വീരവാദം മുടക്കിയിട്ടാണ് ഇപ്പോ ഈ ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം 2 ലക്ഷത്തോളം കോടി രൂപയാണ് കേരളത്തിന്റെ ബജറ്റ് അനുവദിക്കുന്നത്. ആ 2 ലക്ഷം കോടി ബജറ്റ് അനുവദിക്കുമ്പോ ഈ 1500 കോടി രൂപയ്ക്ക് വേണ്ടി ഇവിടുത്തെ സംവിധാനത്തെയും ഇവിടുത്തെ നിലപാടുകളെയും ഇവിടുത്തെ മതേതര സ്വഭാവത്തെയും കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ കൃത്യമായി ഇതിനെ ചവറ്റുകൊട്ടിയായി രാജ്യത്തിന്റെ ഈ നാടിന്റെ പൈതൃകത്തെ അച്ചു നടക്കാൻ തന്നെയാണ് CPM മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിനനുസരിച്ച് പിണറായി വിജയൻ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ പിടിച്ചു കെട്ടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ഇവിടെ തടിച്ചുകൂടിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് CPI. നിങ്ങളോട് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പാർട്ടിയുടെ വടകര നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ്